എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ 19 ഷെയറിൽ 9 ഷെയർ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ചില ഷെയറിനകത്ത് കുറച്ച് ചാൻസുകളുണ്ടായിരുന്നു. കുറച്ച് ചാൻസ് എന്ന് പറയാൻ ചിലത് ലെവലിനടുത്ത് വരെ വന്നിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഷെയറുകളുണ്ട്. അപ്പോൾ അത് തുടക്കക്കാർക്ക് പറ്റില്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. അതിൻ്റെ കാണുന്ന വീക്ക്നെസ് മനസ്സിലാകുമ്പോൾ നല്ല രീതിയിൽ എൻട്രി ചെയ്ത് പൈസ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ തന്നിട്ടുള്ള ഷെയറുകൾ കുറച്ച് 9 ഷെയർ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഷെയർ ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ആദ്യം വന്നിട്ട് ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ, ഈ എടുത്തിരിക്കുന്ന ഷെയറിൽ തന്നെയാണ് എല്ലാം പറയുന്നത്. ടിപ്സ് ഇൻഡസ്ട്രീസ് നോക്കുക. ഇതുണ്ടല്ലേ ഈ ഷെയർ R1-അടുത്ത് വരുന്നത്. ഇതൊക്കെ ഈ ലെവലിലൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന് മുകളിലോട്ട് ഹൈ സ്റ്റോപ്പ് ലോസ്, പക്ഷേ നല്ല എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതിന് താഴെ പോകുമ്പോൾ എടുക്കത്താൽ മതി. എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇവിടെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് 421 ഒരു എൻട്രി എടുത്താൽ 411, 408, ലാസ്റ്റ് ആകുമ്പോൾ 405, ഏകദേശം 16 രൂപ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈഫവ് ഗ്ലോബൽ എന്ന് പറയുന്ന ഷെയർ, അതും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമായിരുന്നു. നമ്മളിവിടെ എൻട്രി എടുത്താൽ 519 റേഞ്ചിൽ ഒരു എൻട്രി കിട്ടിയാൽ അത് 506 വരെ, 506.75, ഇവിടെ 504 വരെ വരുന്നുണ്ട്. അതിനിപ്പോൾ ഒരു 13 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം REC ലിമിറ്റഡ് ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. ഈ റേഞ്ചിലിട്ട് 473 റേഞ്ചിലെടുത്താൽ 463, 10 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ച് വീണ്ടും ആ ലെവലിൽ വന്ന് ഇവിടെ എൻട്രി എടുക്കാം. പക്ഷേ ഇല്ല, ടൈം വന്നിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞു. 2 മണി കഴിയുമ്പോൾ കുഴപ്പമില്ല, 3 മണി കഴിഞ്ഞ് എടുക്കാതിരുന്നാൽ മതി. ഇവിടെ ഒരു എൻട്രി വീണ്ടും എടുത്താൽ വീണ്ടും ഒരു 4 രൂപയ്ക്ക് അടുത്ത്, 4-5 രൂപയ്ക്ക് അടുത്ത് കൊടുക്കും. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ബോറോറിംഗ് എന്ന് പറയുന്ന ഷെയർ, അതും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നു, അതിനുശേഷം തിരിച്ചിറങ്ങി. നമ്മളിവിടെ 632 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 619, അതിനുശേഷം 612, ഏകദേശം 19 രൂപ പ്രോഫിറ്റ് ഈ റേഞ്ച് ആകുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. അടുത്തത് LT ഫുഡ്. ഇതിൻ്റെ ഇവിടം വരെ അടിച്ചിട്ടുണ്ട്, അത് കാണിക്കാം. ഈ R1 ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. നമുക്ക് അവിടെ എൻട്രി എടുത്താൽ ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു രൂപയുടെ പോലും സ്റ്റോപ്പ് ലോസ് വരുന്നില്ല. 210 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ 203, 197 ലാസ്റ്റ് ആയപ്പോൾ 195. നമ്മൾ 210 15 രൂപ പ്രോഫിറ്റാണ് ഷെയർ കാണിക്കുന്നത്. ഇവിടുന്ന് എടുക്കാം. ഈ റേഞ്ച് ഇത് കണ്ടില്ല എങ്കിൽ ഈ റേഞ്ച് വന്നെടുത്താലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ താഴെ വന്നിട്ട് തിരിച്ച് കയറി വരുമ്പോൾ ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും എടുക്കാം. 2-3 പ്രാവശ്യം എടുക്കാം. പക്ഷേ ഒറ്റ എൻട്രി എടുത്തെന്ന് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം ഹഡ്കോ എന്ന് പറഞ്ഞ ഷെയർ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ നമ്മൾ 168 റേഞ്ചിൽ എൻട്രി എടുത്താൽ 163, 162, 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം PCBL എന്ന് പറഞ്ഞ ഷെയർ,
ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈ അടിച്ച് തിരിച്ചിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കും. 326 റേഞ്ച് എടുത്താൽ 317, 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് ആവറേജിൽ തന്നെ ട്രേഡായി നിൽക്കുമായിരുന്നു. പിന്നെ മിഥാനി എന്നൊക്കെ പറഞ്ഞ ഷെയർ, മിഥാനി കണ്ടില്ലേ, R1 വന്നിട്ട് തിരിച്ചിറങ്ങുമായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൽ. ഇനിയും നമുക്ക് തിങ്കളാഴ്ച, നാളെ ട്രേഡിംഗ് ഇല്ലല്ലോ, നാളെ റിപ്പബ്ലിക് ഡേ ആണ്, ഹോളിഡേ ആണ്. തിങ്കളാഴ്ച നമുക്ക് ചാൻസസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളാണ് ഈ സ്ക്രീനെ കാണിച്ചേക്കുന്ന ഷെയറുകളെല്ലാം. ഇതിൽ ഈ 2 ഷെയർ ആവറേജ് റേഞ്ചിൽ വന്നിട്ടിറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം R1 R2 അതല്ല ഈ ഹൈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇതിൽ നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ള റിറ്റ്സ് എന്ന് പറയുന്ന ഷെയറുണ്ട്. ആൽബർട്ട് ഡേവിഡ് ഈ 607, 639, ചിലപ്പോൾ ഇത്രയും വരത്തില്ല, വരാൻ ചാൻസ് കുറവാണ്. ഒരു 1560, 70 ആ റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിയാനാണ് ചാൻസ് കൂടുതൽ. അത് ലെവൽ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ഷെയർ. IFB ഇൻഡസ്ട്രീസ് ചാൻസ് നോക്കുക. ഈ 1305 അതല്ല 1290 ഒക്കെ വന്നിട്ട് ഈ ലെവൽ ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. മെട്രോ ബ്രാൻഡും ശ്രദ്ധിക്കുക. പിന്നീട് FSCT, ഇതെല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്താൽ മതി, വരുവാണെങ്കിൽ ചെയ്യുക. വെബൽ സോളാർ ശ്രദ്ധിക്കുക. ഇന്ന് റിസൾട്ട് വരും, ഇപ്പം ഈവനിങ്ങിലായിരിക്കാം വരുന്നത്. ചിലപ്പോൾ ഓപ്പണിങ്ങിൽ, ചിലപ്പോൾ ഹൈയിൽ പോയിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. നല്ല റിസൾട്ട് ആണെങ്കിൽ പോലും ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഷെയർ ആയതുകൊണ്ട് മുകളിൽ അപ്പ് ഓപ്പണിങ് വന്നിട്ട് ഇറങ്ങുന്ന കണ്ട ചാൻസ് എടുക്കുക, അതിൽ നല്ല ചാൻസ് എടുക്കാം. അതുപോലെ ഈ സ്വാൻ എനർജിയും ശ്രദ്ധിക്കുക. 623 ആ റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തിങ്കളാഴ്ചത്തെ ട്രേഡിങ്ങിനെ. അപ്പം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ നോക്കി നമ്മുടെ ലെവൽസ് വരുമ്പോൾ മാത്രം എൻട്രി എടുക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഷെയർ 135 മുകളിൽ, ഈ MBയുടെ എന്ന് പറഞ്ഞ ഈ ഷെയർ ഈ 135 മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മളൊരു 135, അറ്റ്ലീസ്റ്റ് ഒരു 134 റേഞ്ചിലെങ്കിലും നമ്മൾ എൻട്രി എടുക്കണം. നമ്മളിവിടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് താഴെ വരെ നോക്കിയിരുന്ന 130 റേഞ്ച് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ 130 ഇപ്പോൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. നമ്മൾ 134 റേഞ്ചിൽ കിട്ടിയെങ്കിൽ, 134, 135 റേഞ്ചിൽ കിട്ടിയെങ്കിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈയിൽ ഇടേണ്ടി വരും. പിന്നെ ഈ 135 ശേഷം 130 റേഞ്ച് കട്ടായെങ്കിൽ ഇവിടെ വന്നിട്ട് പെട്ടെന്നാണ് ഈ റേഞ്ച് കട്ടാകുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ രണ്ടിലെ ഇടയിൽ ആവറേജ് ആണെങ്കിൽ ആ റേഞ്ച് വരുമ്പോൾ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ ഇപ്പം 135 പോയതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല, അത് 125, 26 വരെ പോയി. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആവറേജ് ചിലപ്പോൾ 130 റേഞ്ച്, 131 ആയിരിക്കും. ആ സമയത്ത് ഈ 130, 131 റേഞ്ച് വരുമ്പം ട്രേഡ് എടുക്കുക. അല്ലാതെ അതിൽ പോയി 125 അങ്ങനെ പോയി എടുക്കരുത്. അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ലെവൽസ് കട്ട് ചെയ്യുന്ന ആ റേഞ്ച് മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക, വേറെ ഷെയർ കിട്ടുമ്പോൾ എടുക്കുക.